എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വീട്ടിലാണുള്ളത്. വീട്ടിൽ നമുക്ക് ഞാൻ വീടിൻ്റെ മേലെ ഈ എന്താ പറയുക വാഷിംഗ് മെഷീനൊക്കെ വെച്ച ആ സ്ഥലത്താണ്, ഷീറ്റൊക്കെ ഇട്ട സ്ഥലമല്ലേ, ആ സ്ഥലത്ത് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇതിൽ ഷോക്ക് അടിക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ വീട്ടിൽ. പലരും ചിലവർ അറിഞ്ഞിട്ടും അബദ്ധത്തിൽ ഷോക്ക് അടിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഈ ഒരു പവർ പ്ലഗ് ഇല്ലേ, ഈ പ്ലഗിൽ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുമോ? ഇല്ലല്ലോ, ഷോക്ക് അടിക്കില്ല. പക്ഷേ ഇതേ അവസ്ഥയിൽ ഒരു സ്പോട്ട് ഉണ്ട്, ഷോക്ക് അടിക്കുന്ന സ്പോട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. താഴ്ക്കുക. ഇപ്പൊ നമ്മള് ഈ ഇങ്ങനത്തെ പ്ലഗിലൊക്കെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഷോക്ക് അടിക്കില്ല എന്നുള്ള ഒരു എന്താ പറയുക ഒരു മൈൻഡ് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ പ്ലഗ് ഒരിക്കലും ഷോക്ക് അടിക്കില്ലല്ലോ. അപ്പൊ ഷോക്ക് അടിക്കാൻ സാധ്യത ഉള്ള ഒരു സ്ഥലം സ്പീഡ് വാ പ്രോ ക്യാമറ വേണ്ടതാണ്. അപ്പൊ നമ്മളുടെയൊക്കെ വീട്ടില് നമ്മളുടെയൊക്കെ വീട്ടില് ഇൻവെർട്ടർ ഉണ്ട്. ഇന്നൊരു കോമൺ സംഭവമുള്ള ഇൻവെർട്ടർ. അപ്പൊ ഇൻവെർട്ടർ ഇരിക്കുന്നത് ഇതിനകത്ത് കേട്ടോ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും വീട് അടച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും CCTV ഇല്ലെങ്കിൽ ഇൻവെർട്ടറും ഓഫ് ചെയ്യാറുണ്ട്. കാരണം ഇടിവെട്ടുന്ന സമയത്ത് ഇൻവെർട്ടറൊക്കെ അടിച്ചു പോയ കഥകൾ ഇഷ്ടം പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു സാധനം ഊരിയെടുക്കും. ഇത് എടുക്കണ്ടോ? കാണുന്നുണ്ടോ പ്ലഗ്? കുറച്ച് അടുത്തേക്ക്. ഇത് കണ്ടോ? ഈ പ്ലഗ് നമ്മൾ ഊരിയിടും. ഈ പ്ലഗ് ഊരിടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓഫ് ചെയ്യില്ല. ഇതിന് ഓഫ് ഇവിടെ ഇത് നമ്മൾ ഇൻവെർട്ടർ ഓഫ് ചെയ്ത ശേഷം ഇവിടെ അയ്യോ ഓക്കെ. അപ്പൊ ഈ ഇൻവെർട്ടറിന്റെ ഈ ഒരു പവർ ഓഫ് ചെയ്ത ശേഷം വേണം നമ്മൾ ഇത് ഊരാനായിട്ട് കേട്ടോ. ഒന്ന് നിങ്ങൾ കാണിക്കും. ഇപ്പൊ ലൈറ്റ് പോയി. അപ്പം ശരിക്കും ഇത് ഓൺ ആണെങ്കിൽ നമ്മൾ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ 240 വോൾട്ട് ഉള്ള ഒരു സംഭവം കേട്ടോ. നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കില്ല. ആ സമയത്ത് നമ്മൾ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ തല ഇതിലടിക്കാൻ നമ്മൾ തെറിച്ചു പോവാം. പിന്നെ കാഷ്വാലിറ്റി അത്യാവശ്യം എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇത് ഷെയർ ചെയ്തോട്ടോ. കാരണം പലപ്പോഴും പറ്റിയേക്കാവുന്ന ഒരു അപകടമാണത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്തോട്ടോ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം. കാരണം നമ്മൾ ചിന്തിക്കുന്നതൊന്നും അല്ല നടക്കുക. എനിക്ക് കാര്യം മനസ്സിലായി തോന്നുന്നു. കാരണം നമ്മളൊരു പ്ലഗ് ഊരി കഴിഞ്ഞാൽ ഒരിക്കലും ഷോക്ക് അടിക്കില്ല. കാരണം നമ്മൾ ആ സോക്കറ്റിൽ നിന്ന് ഊരിപ്പോയി. നേരെ മറിച്ചിട്ട് നേരെ തിരിച്ചാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.